ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ചില മിനിറ്റുകൾ നാം തിരുവചനം ധ്യാനിക്കുന്നു. പരിശുദ്ധാത്മാവ് കഴിഞ്ഞ 2 ആഴ്ചയായി എൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂതാണ്. സ്തോത്രങ്ങളിലേക്ക് It's a very familiar portion for us. At the same time, I was meditating it over and over and over. I tried to change it, but still God is confirming His message through various aspects. Yesterday there was a wonderful sisters conference happening over here. A lot of people came from different parts of the city, and the sisters were preaching the word of God with power and authority. And most of the things I want to share with you this morning, they covered yesterday. So I confirmed that that is the message for us. So I want to continue with that message. Let us, നമുക്ക് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 12-ാം വാക്യമായി. Exodus chapter 33, verse number 18. അപ്പോൾ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്ന് അപേക്ഷിച്ചു. നമ്മുടെ മധ്യത്തിൽ കർത്താവിന്റെ ദാസനുണ്ട്. പാസ്റ്റർ PM ജോർജ് ഭോപ്പാൽ ശുശ്രൂഷിക്കുന്നതാണ്. പിന്നീട് ഒരു അവസരത്തിൽ നമ്മുടെ ഇടയിൽ കടന്നു വന്ന് പലരും ശുശ്രൂഷിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കർത്താവിന്റെ ദാസനെ സ്തോത്രം ചെയ്യും. ഇവിടെ നാം വായിക്കുന്നു, കർത്താവേ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമെന്നുള്ള മോശയുടെ പ്രാർത്ഥന. Then Moses said, "Now show me your glory." നമ്മളെല്ലാം ധാരാളം പ്രാർത്ഥിക്കുന്നവരാണ്. And we all pray a lot. നമ്മുടെ പ്രാർത്ഥന ലിസ്റ്റിൽ പെടാത്ത പലതിനോടുമാണ് ദൈവത്തിന് താല്പര്യം. But God is interested in some of those subjects which are not included in our prayer list. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്ന പലതും കണ്ട് ദൈവം ചിരിക്കാറുണ്ട്. And sometimes God laughs at some of our prayer list. ഇത്രയും കഷ്ടപ്പെട്ട് ഉപവസിക്കുന്ന ഈ കൊച്ചു കാര്യത്തിന് വേണ്ടിയാണ്. Are you fasting so long and trying so long for this such a silly thing? ഈ ഒരു കൊച്ചു വിഷയം പറയാൻ വേണ്ടിയാണോ സഭയെല്ലാം വിളിച്ചു കൂട്ടിയത്? Or are you inviting the whole church just for this such a small thing? ഇത്രയും ബില്ലൊക്കെ മുടക്കി ഫോണൊക്കെ വിളിച്ച് നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ ഈ കൊച്ചു കാര്യത്തിന് വേണ്ടിയാണ്. Are you spending so much on phone bill just for this small prayer request? സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന ചില പ്രയർ റിക്വസ്റ്റ് ഉണ്ട് നമ്മളിൽ നിന്ന്. But God desires certain prayer requests from us. നീലനദിയുടെ തീരത്ത് തുടങ്ങി നെബോയുടെ മുകളിൽ വരെ നടന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥനയായി ഇത്. എനിക്ക് ഇതിന്റെ തേജസ് ഒന്ന് കാണണം. And this is Moses. He was starting from the river Nile to the top of Mount Nebo. He says, "Lord, I want to see your glory." പ്രാർത്ഥിക്കുന്ന പോലെ എളുപ്പമല്ല ഇത് കിട്ടാൻ. Sometimes it's not so easy to receive as it is easy to pray. Before we receive the glory of the Lord, we have to pass through certain steps. നമ്മൾ ചില ഈ മഹത്വം കാണുന്നതിന് മുമ്പ് ചില മണ്ഡലങ്ങൾ കൂടെ നടന്നു പോകണം. We have to pass through certain steps before we see the glory of പുറപ്പാട് God. പുസ്തകം 32-ാം അധ്യായത്തിലെ സംഭവം വെച്ച് നോക്കിയാൽ പിന്നെ ദൈവവുമായിട്ട് മനുഷ്യന് യാതൊരു ബന്ധമില്ല. And if you see the incident in Exodus chapter 32, there will not be any relation between people and God after that. 2 ആഴ്ച പാസ്റ്ററെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടെങ്കിലും എല്ലാവരും പോകുന്നവരിക്കും. And it will be like you after you did not see pastor for 2 weeks. വിശ്വാസമല്ല വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നവരിക്കും. And even you will go to other churches. Go to other places. ഓക്കെ. അപ്പൊ ഇവിടെ മോശ പർവ്വതത്തിന് മുകളിൽ പോയി. And Moses went to the top of the mountain. അവിടെ കുറച്ചു നാൾ ഇരിക്കുകയാണ് മോശ. And Moses is staying there for a while. ഇവരോട് പറഞ്ഞിട്ടാ പോയത്, ഞാൻ എന്തിനാ പോകുന്നത്. And he told them, "I am going there for a certain purpose." നിങ്ങളെല്ലാം ഇവിടെ നിന്നോണം. അങ്ങോട്ട് ദൈവത്തിന്റെ അടുത്തടുത്ത് മോശ ചെല്ലുക. And he said, "People, you stay here." He's going towards the ദൈവസ്ഥാനത്തെ പർവ്വതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ജനം The കണ്ടതാണ്. whole mountain was filled with the presence of God. ആരെങ്കിലും പർവ്വതം തൊട്ടാൽ മരിച്ചു പോകുന്നുള്ള കൽപ്പനയുണ്ട്. And there was a commandment that if anyone touched the mountain, they will die. ദൈവം അവിടെ തന്റെ കൈ കൊണ്ട് കൽപ്പലക വെട്ടി അതിനകത്ത് തന്റെ വിരൽ കൊണ്ട് കൽപ്പനകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. And God himself made stone tablets and he wrote on it with his own fingers. ആലോചിച്ച് നോക്കേണ്ട, ദൈവം കല്ല് വെട്ടുന്നു, അതിനകത്ത് തന്റെ വിരൽ കൊണ്ടൊക്കെ എഴുതുക എന്നുള്ള സംഭവങ്ങൾ. Just imagine the situation where God is cutting the rock himself and writing on the stone. എന്ത് സ്വർഗം എഴുതിയോ അത് താഴെ ജനം ലംഘിച്ചു. And whatever God wrote on that stone, the same thing was forbidden down the mountain. സ്വർഗം എഴുതുന്നു തന്റെ കൈ കൊണ്ട്. മോശയിലെ തുറച്ചു നോക്കിയാണ് അഗ്നിസ്ഫുലിനങ്ങളുള്ള അല്ലെങ്കിൽ ആ ഫയറിയ ഫിംഗേഴ്സ് കൊണ്ട് ദൈവം എഴുതുന്നു, അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. And Moses is watching how God is writing. And God is writing, and Moses is watching how he's writing on the stone tablet that there should not be any further നിങ്ങൾ gods. യാതൊന്നിന്റെ വിഗ്രഹം ഉണ്ടാക്കരുത്. And you should not make any idols for me. ആ സമയത്ത് അവർക്കൊരു അന്യ ദൈവം താഴെ, അവർക്കൊരു വിഗ്രഹം താഴെ. And at the same time, down the mountain there was this other god for them. ഇന്ന് പകൽക്കാലം എന്തെങ്കിലും പറയുന്നതിനും എന്തെങ്കിലും ഉണ്ടാക്കുന്നതിനും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ഇതാണ് സ്വർഗം എഴുതിയെന്നൊന്ന് ചോദിച്ചേക്കണം. And you ask me before you do or say anything, is this what God has written? സ്വർഗം പറയാത്തത്, സ്വർഗം എഴുതാത്തത് എന്തെങ്കിലും ഞാൻ ചെയ്താൽ അത് വിഗ്രഹമാണ്, അത് ദൈവ ലംഘനമാണ്. And if I do anything that heaven has
not asked me to do, that is an idol. പിന്നീടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. And you know the incidents മോശ after that. കരുതുന്നു, കൽപ്പലക ഉടച്ചു കളയുന്നു, ജനത്തെ അല്ലെങ്കിൽ അത് പുടിപ്പിക്കുന്ന നാളെക്കുട്ടിയെ പുടിപ്പിക്കുന്നു, ഒത്തിരി വിഷയങ്ങളൊക്കെ ഉണ്ട്. When Moses comes down the mountain and he is looking at the people, he is upset, he smashes the stone tablet. അങ്ങനെ 33-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ And we come to chapter 33. അവർക്കൊരു കാര്യം മനസ്സിലായി, അത്ര ഈസി ഒന്നുമല്ല ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ. And then people realize it's not so easy to have this relation with God. Many of the times we take everything for granted. നാം എല്ലാം ചുമ്മാ അങ്ങെടുത്ത് കിട്ടുന്ന പോലെ തോന്നുകയാണ്. Many of the times we take things for granted. ദൈവമഹത്വം കാണാൻ ഒരു പടിയുണ്ട്, സ്റ്റെപ്പുണ്ട്. But there is a step to see the glory of God. 32-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം തന്നെ ഇങ്ങനെ വായിക്കുന്നു. And we see second verse of chapter 32. ഞാനൊരു ദൂതനെ നിങ്ങൾക്ക് മുമ്പ് അയക്കും. And I will send an angel before you. ആദ്യം ദൈവം കൊടുക്കുന്ന വാഗ്ദത്ത നാട്ടിൽ അവൻ നിങ്ങളെ കൊണ്ടെത്തിക്കും. And he will take you to the promised land. അപ്പോൾ ഒരു കാര്യം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടത്, ദൈവമക്കൾക്ക് നടന്നു പോകുവാൻ മുമ്പിൽ ഒരു ദൈവ ശബ്ദം പോകുന്നുണ്ട്. And you should realize there is a voice of God that is going ahead of you. പുതിയ നിയമസഭയ്ക്ക് ഇന്ന് പകൽക്കാലം ഒരു ദൂതൻ മുന്നിൽ നടന്നു പോകുന്ന കാണണമെന്നില്ല. And we might not be seeing with our naked eyes that angel. ഒരു ഭക്തന് ജീവിക്കുവാൻ ദൈവത്തിന്റെ ഒരു ദൂത് മതി. But God is giving you counsel from above to so that you lead your life. ഇന്ന് പകൽക്കാലം how many of you can hear the walking sound of a message or a messenger walking before to break every iron bar that's standing നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന സകല ദുർഘടങ്ങളെ തകർക്കുന്ന ഒരു ദൈവ ശബ്ദം നിങ്ങൾക്ക് മുമ്പിൽ കടന്നു പോകുന്നത് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കണം. How many of you can hear the voice of God that is running before you? ഇത് മിസ്രൈമിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാനല്ല, It's not going to take you back to Egypt. വാസ്തവ നാട്ടിൽ നിങ്ങളെ എത്തിക്കുവാനാണ് ദൈവിക ദൂതുകൾ നിങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. And God's message is for you to take you into the promised land. ദേവദാസന്മാർ ഇന്ന് പകൽക്കാലം ഓർപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ദൈവ നാട്ടിലെത്തുക എന്നുള്ളതാണ്. The biggest goal in our life is to enter into the promised land. ദൈവം ഈസി ആക്കിയത് നമുക്ക് മുമ്പിൽ ദൈവം തന്നെ ദൂതനെ അയച്ചു. Then God made it easy for us because He sent His angel before us. അപ്പോൾ ഇന്ന് ദൈവമഹത്വം കാണുവാൻ നാം പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോളം നമുക്ക് മുമ്പിൽ വഴി നിരപ്പാക്കുവാൻ ദൈവത്തിന്റെ സന്ദേശങ്ങൾ, ദൈവിക ആലോചനകളുണ്ട്. And when we pray to see the glory of God, there is messages of God before us. അതിന്റെ രണ്ടാമത്തെ വിഷയം അതിന്റെ 3-4 വാക്യങ്ങളാണ്. And verse number 3 and 4 is my second topic. അവർക്കൊരു കാര്യം മനസ്സിലായി, ദൈവബന്ധം ഞങ്ങളുടെ ഇടയിൽ ഇല്ലാത്തത്. And they realized why God was not among them. നമുക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല ദൈവം നമ്മളെ വിട്ടുമാറുന്നത്. Sometimes we don't realize when God leaves us. This message is not to hurt anybody, or don't feel in such a way for a healing that we need in our life. And this message is not to hurt anybody. അതുകൊണ്ട് ആരും ഒഫൻഡഡ് ആയാലും ഈ പറയുന്ന കാര്യമുള്ളൂ. So don't be offended when I say this. അതിന്റെ 33-4 വാക്യങ്ങളൊക്കെ വായിക്കും. Chapter 33 verse number 3 and 4. ജനത്തിന് ഒരു കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ദൈവം ഞങ്ങളുടെ നടുവിലില്ലാത്തത്. People realize why the presence of God was not among them. നമുക്ക് പലപ്പോഴും അറിയത്തില്ല ദൈവം എന്താ നമ്മുടെ നടുവിലില്ലാത്തത്. Sometimes we don't realize why the presence of God is not among us. വേറൊരു മണ്ഡലത്തിൽ നമ്മളൊക്കെ ഉണ്ടല്ലോ, ഇനി വേറെ എന്തിനാ ദൈവം വരുന്നത്? We think that we ourselves are enough. Why God should be among us? അപ്പൊ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾ ദുശ്ശാഠ്യമുള്ള ജനമാണ്, അല്ലെങ്കിൽ സ്റ്റിഫ് നെക്കഡ് പീപ്പിൾ ആണ്. And you are stiff-necked people. പറഞ്ഞാൽ വടി പോലെ നിൽക്കുന്ന ദൈവമക്കളാണ് നിങ്ങൾ. And you are very stiff. Your heart, you're not flexible. ദുശ്ശാഠ്യം എന്ന് പറഞ്ഞാൽ പിടിവാശിയുള്ളവരാണ്. And you are very stubborn. അത് പ്രാർത്ഥിക്കാനാണെങ്കിലും ആരാധിക്കാനാണെങ്കിലും എല്ലാ കാര്യത്തിലും നമുക്ക് ഭയങ്കര പിടിവാശിയാണ്. And we have the stubbornness in our prayer and in our worship. ഞാൻ പറഞ്ഞത് മാത്രമേ നടക്കാവൂ എന്നുള്ളതാണ് ഇതിന്റെ പച്ച മലയാളം. And in other words, we want things to happen just like we want. ആരുടെ മുമ്പിൽ തല കുനിക്കാൻ ഇഷ്ടമില്ലാത്ത സ്റ്റിഫ് നെക്കഡ് ആൾക്കാർ. And we don't want to bow down before anybody. വചനത്തിന്റെ മുമ്പിൽ, ആത്മാവിന്റെ മുമ്പിൽ, കൃപയ്ക്ക് മുമ്പിൽ, ദൂതിന് മുമ്പിൽ ബഹുമാനങ്ങൾ കൊടുക്കേണ്ട മണ്ഡലങ്ങളിലൊന്നും നാം തല കുനിക്കുന്നില്ലെങ്കിൽ സ്വർഗം നമ്മുടെ ഇടയിൽ നിൽക്കില്ല. And if we are not bowing down before the word of God or before the counsel of God, heaven and God will lead you. അതിന്റെ അടുത്ത മണ്ഡലം ഞാൻ പിന്നീട് വിശദീകരിക്കാം. And I will explain the next part later. പിന്നീട് അവർ നോക്കിയപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, അവരുടെ ആഭരണങ്ങളൊക്കെയാണ് അവരുടെ ദൈവമില്ലാത്തതിന്റെ കാരണം. And then the next thing he realized that because of the ornaments that they were wearing, God was not among them. ഇത് വെറും സ്വർണം വെള്ളി മാത്രമല്ല. And these ornaments are not just silver and gold. നാം നമ്മെ തന്നെ അണിയിച്ചൊരുക്കുന്ന പല വിഷയവും ഉള്ളത് കൊണ്ടാണ് ദൈവ സാന്നിധ്യം വെളിപ്പെടാത്തത്. Ornaments represent some of the things that we adore ourselves with. മാന്യമായി നടക്കുന്നതിന് ദൈവം വിരോധമൊന്നുമില്ല. And if you walk in a respectful way, God doesn't have ഇന്ന് പകൽക്കാലം